ഹലോ ഗൈസ്, നമ്മളിന്ന് ഒരു പുതിയ കാറ് നോക്കാൻ പോവുകയാണ്, ഒരു SUV. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് വോക്സ്വാഗൻ്റെ വേർട്ടസ് ആണ്. സോ ഞാനൊരു SUV നോക്കുന്നുണ്ട്. അപ്പം ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങിയ ഒരു SUV നോക്കാനാണ് പ്ലാന്. അത്യാവശ്യം 2-3 വണ്ടികൾ മനസ്സിലുണ്ട്. ഫസ്റ്റ് നോക്കുന്ന വണ്ടി എനിക്ക് കുറച്ച് താല്പര്യം കൂടുതലാണ്. സോ നമുക്കിന്ന് ആ വണ്ടി ഒന്ന് പോയി നോക്കാം. ബാക്കി 2 വണ്ടികൾ ഏതാണെന്ന് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞുതരാം. നമുക്കിപ്പോൾ ആദ്യത്തെ വണ്ടി ഒന്ന് പോയി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ഓൾ ഇന്ത്യ ട്രിപ്പ് പോകുന്നത് പ്ലാൻ ചെയ്തേക്കുന്നത്. സോ ഇപ്പം ബൈക്ക് ഏതാണെന്ന് ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. ഇപ്പോൾ 2 വണ്ടിയേ മനസ്സിലുള്ളൂ. കാവാസാക്കിയുടെ KLX 230 ഞാൻ വേണ്ടെന്ന് വെച്ചാൽ അത് പക്ക ഓഫ് റോഡ് വണ്ടിയാണ്. നമുക്ക് ലോങ് റൈഡിനൊന്നും പറ്റത്തില്ല. പിന്നെ പാനിയേഴ്സ് വയ്ക്കാനും അങ്ങനത്തെ പരിപാടിയൊന്നും അതിൽ അധികം നടക്കത്തില്ല. സോ അത് ഞാൻ വേണ്ടാന്ന് വെച്ചു. ഇപ്പം 2 വണ്ടിയാണ് ഉള്ളത്. ഒന്ന് ഹീറോയുടെ എക്സ്പൾസ് 210, ഒന്ന് TVS അപ്പാച്ചെ RTX 300. സോ നമുക്ക് ഒത്തിരി കമൻസ് വന്നതനുസരിച്ചാണ് TVS അപ്പാച്ചയും കൂടെ നോക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ മെയിൻ ആവശ്യമെന്ന് വെച്ചാൽ എനിക്കൊരു ലൈറ്റ് വെയ്റ്റ് മോട്ടോർ സൈക്കിളാണ് വേണ്ടത്. കുറച്ച് ലൈറ്റ് ആയിരിക്കണം വണ്ടി, നല്ല. പിന്നെ മൈലേജ് വേണം, ഇത്രയും ലോങ് ഒക്കെ പോകുന്നതല്ലേ. പിന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വന്നാൽ നമുക്ക് പാർട്സ് കിട്ടാൻ എളുപ്പമായിരിക്കണം, സർവീസ് എളുപ്പമായിരിക്കണം. അങ്ങനത്തെയൊക്കെ കുറച്ച് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഹീറോ എക്സ്പൾസ് 210 കാവാസാക്കിയും വെച്ചിരുന്നത്. അപ്പോൾ കാവാസാക്കിയുടെ സർവീസ് നെറ്റ്വർക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് പാർട്സ് അവൈലബിലിറ്റി കുറവായിരിക്കുമെന്ന് കുറച്ച് പേര് പറഞ്ഞായിരുന്നു. പിന്നെ അപ്പാച്ചയുടെ കാര്യം, TVS അപ്പാച്ചി RTX 300 ഒരു നല്ല വണ്ടിയാണ്. പക്ഷേ അതൊരു എന്താ പറയുക, ഓഫ് റോഡിങ്ങിന് കേപ്പബിലിറ്റി എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. കാരണം ലഡാക്ക് സൈഡൊക്കെ കുറച്ച് റോഡ് മോശമായിട്ടൊക്കെ ഉണ്ട്. അപ്പം ഓഫ് റോഡറായിട്ട് എനിക്ക് അതിനെ കൺസിഡർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ ടെസ്റ്റ് റൈഡ് ചെയ്യുന്നുണ്ട്. വണ്ടി ഒന്ന് പോയി നോക്കണം, ടെസ്റ്റ് റൈഡ് ചെയ്യണം. അപ്പം നമുക്ക് ഇന്ന് തൽക്കാലത്തേക്ക് നമുക്ക് കാറൊന്ന് പോയി നോക്കാം. കാറ് നോക്കിയിട്ട് നമുക്ക് ടൈം ഉണ്ടെങ്കിൽ എനിക്ക് എക്സ്പൾസ് 210 ഒന്നുകൂടെ ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. സോ ഇന്നത്തെ നമ്മുടെ പരിപാടി അതൊക്കെയാണ്. അപ്പം നമുക്ക് നേരെ കാറിൻ്റെ ഷോറൂമിലോട്ട് വിടാം. അപ്പോൾ കാറുകൾ ഏതാണ് മനസ്സിലുള്ളതെന്ന് വെച്ചാൽ ഞാൻ കൂടുതൽ സർപ്രൈസ് ഒന്നും തരുന്നില്ല. ഫസ്റ്റ് വണ്ടി ടാറ്റയുടെ സിറയാണ്, ടാറ്റ സിറ ഇപ്പോൾ ഇറങ്ങിയത്. അത് വണ്ടി കൊള്ളാം, നല്ല മോഡേൺ ലുക്കാണ് വണ്ടി. പിന്നെ ടാറ്റയുടെ സർവീസ് മോശമാണെന്ന് പലരും പറയുന്നുണ്ട്. ഞാൻ ടാറ്റ സഫാരി യൂസ് ചെയ്തിരുന്ന പുതിയ മോഡൽ സഫാരി. സോ എനിക്ക് സർവീസ് എനിക്ക് തോന്നുന്നു ചില ഡീലർഷിപ്പിൽ മോശമാണ്, അല്ലാതെ എൻ്റയർ ടാറ്റയിൽ മോശമാണെന്ന് ഞാൻ പറയത്തില്ല. കാരണം ഞാൻ യൂസ് ചെയ്തിരുന്ന വണ്ടി സർവീസ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ വണ്ടിയുടെ ക്വാളിറ്റി നോക്കുവാണെങ്കിൽ വണ്ടി ക്വാളിറ്റി ഉണ്ട്. ബട്ട് ഇലക്ട്രിക്കൽ സൈഡ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വന്നാലായി. പിന്നെ ഞാൻ EV ഒരിക്കലും പ്രിഫർ ചെയ്യത്തില്ല. EV എനിക്ക് താല്പര്യമില്ലാത്തൊരു സാധനമാണ്. അതുകൊണ്ട് EV ഒരിക്കലും ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. എന്നാലും ടാറ്റ എന്ന ബ്രാൻഡ് വെച്ച് നോക്കുവാണെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കത്ര സീനൊന്നും തോന്നിയില്ല. ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വാറൻറ്റി ഉണ്ടെങ്കിൽ അതുകൊണ്ട് ക്ലെയിം ചെയ്ത് മാറ്റാമെന്നുള്ളതേ ഉള്ളൂ. സോ അതുകൊണ്ട് എനിക്ക് ടാറ്റ എടുക്കണതിൽ കുഴപ്പമൊന്നും തോന്നുന്നില്ല. പിന്നെ നമ്മൾ യൂട്യൂബൊക്കെ നോക്കിയ ഒത്തിരി കംപ്ലയിൻറ്റ്സും സർവീസ് മോശം, അത് ഫിറ്റ് ആൻഡ് ഫിനിഷ് മോശം എന്നൊക്കെ പറയുന്നതുണ്ട്. അതൊന്നും കാര്യമാക്കുന്നില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ടാറ്റ ഈസ് ഗുഡ്. പിന്നെ നമ്മൾ നോക്കുന്നത് കിയയുടെ സെൽറ്റോസ് ആണ്. പുതിയ മോഡൽ സെൽറ്റോസ് വന്നിട്ടുണ്ട്. സോ അത് നോക്കണം. അത് നമ്മൾ വീഡിയോ കാണുന്ന പോലെ അല്ല, നേരിട്ട് കുറച്ചുകൂടെ ബെറ്ററാണ്. ഞാൻ ഈ ഇടയ്ക്ക് റോഡിലൊരു വണ്ടി ഉണ്ടായിരുന്നു. സോ അതെനിക്ക് കണ്ടപ്പം കുറച്ചുകൂടെ സൈസ് വന്നു വണ്ടി, കുറച്ചുകൂടെ ലെങ്ത്തും വിട്ടെല്ലാം വന്നിട്ടുണ്ട് വണ്ടിക്ക്. അപ്പോൾ അതൊന്ന് നോക്കണം. പിന്നെ നോക്കാനുള്ളത് താറാണ്. താറും കൂടെ ഒന്ന് നോക്കണം. അപ്പോൾ ഈ 3 വണ്ടിയായിരിക്കും എൻ്റെ ലിസ്റ്റിൽ ഇപ്പോൾ ഉള്ളത്. ഇതിലേതെങ്കിലും ഒന്ന് വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു മോസ്റ്റ് പ്രോബബ്ലി ഞാൻ ടാറ്റ സിറയിലായിരിക്കും പോകുന്നത്. നമ്മളിതാ ലെക്സോൺ ടാറ്റയിലാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ കഴക്കൂട്ടത്താണ്. കഴക്കൂട്ടത്ത് പോകുന്ന വഴിക്കാണ് നമ്മുടെ USTയുടെ ഓഫീസില്ലേ, അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് ഈ ഒരു ഷോറൂം വരുന്നത്. സോ ഇവിടെ നമ്മുടെ സിയറയും ടാറ്റയുടെ എല്ലാ വണ്ടികളും ഡിസ്പ്ലേ അവൈലബിൾ ആണ്.
സോ ഗൈസ്, ഇതാണ് സിറയുടെ ഫുൾ ഓപ്ഷൻ വണ്ടി. ടോപ്പ് ഓഫ് ദ ലൈൻ. ഇത് ടോപ്പ് ഓഫ് ദ ലൈൻ അല്ലേ ബ്രോ? ആ, ടോപ്പ് ഓഫ് ദ ലൈൻ വണ്ടിയാണ്. അക്കംപ്ലിഷ്ഡ് പ്ലസ് എന്ന് പറയും. ഈ എല്ലാം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കാം. ഇതിൻ്റെ ഈ ഒരു സിറയുടെ ടിപ്പിക്കൽ സിറ ഡിസൈൻ വരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിറ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ വരുന്ന ആ ഒരു സൈഡ് പാനലാണ്. പിന്നെ യെല്ലോ കളർ നല്ല ഭംഗിയുണ്ട്. എല്ലാം അത്യാവശ്യം നല്ല ലുക്കുള്ളൊരു കളറാണ്. ഇത് ആ കിടക്കുന്ന എൻ്റെ വേർട്ടീസാണ്. അതിൻ്റെ യെല്ലോ പോലെയല്ല, അതൊരു ഗോൾഡൻ ഷൈനിങ് ഉള്ള യെല്ലോയാണ്. ഇത് ഭയങ്കര ബ്രൈറ്റ് യെല്ലോയാണ്. സോ അതിൻ്റെ ഫ്രണ്ടൊക്കെ കണ്ടോ. നമുക്കിപ്പം വണ്ടി ഒന്ന് ഫ്രണ്ടിൽ നിന്ന് തന്നെ ഫുൾ പരിചയപ്പെടാം, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പോവാം. ഫ്രണ്ട് സൈഡിൽ വരുമ്പോൾ ഇവിടെ ഒരു DRL ഉണ്ട്, ഫുൾ സ്ട്രിപ്പ് DRL. പിന്നെ ഹെഡ്ലൈറ്റ് വരുന്നത് ഈ ഒരു ഹെഡ്ലൈറ്റ് സ്ട്രിപ്പാണ്. ഭയങ്കര ചെറിയൊരു ഹെഡ്ലൈറ്റാണ്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഫോഗ് ലാമ്പ് ഉണ്ട്. പിന്നെ ഇവിടെ ഫുൾ ഗ്ലോസി ഫിനിഷാണ്. പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്. ഫ്രണ്ട് ക്യാമറ ഉണ്ട്. സോ ഇതിത്രയാണ് ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ. ഇലക്ട്രിക്കലൊരു വണ്ടിയെന്ന് പറയും. സോ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ടാറ്റയുടെ ലെക്സോൺ ഷോറൂമിലാണ്, ട്രിവാൻഡ്രത്തുള്ള നമ്മുടെ UST ഓഫീസിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് ഈ ഒരു ഷോറൂം വരുന്നത്, ലെക്സോൺ ടാറ്റ. സോ അവിടെയാണ് നമ്മുടെ ഈ ഒരു ഫുൾ ഓപ്ഷൻ വണ്ടി ഇപ്പം ഉള്ളത്. നിങ്ങൾ വരുന്നെങ്കിൽ പോയി ചെക്ക് ചെയ്യുക. സോ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏകദേശം 26.52 ആണ്. ഇത് പെട്രോളിൻ്റെ ടർബോ പെട്രോൾ വണ്ടിയാണ്, ഓട്ടോമാറ്റിക്കാണ്. സോ വണ്ടി ഓവറോൾ കൊള്ളാം. എനിക്ക് ഈ ഒരു വേരിയൻ്റാണ് ഞാൻ നോക്കുന്നത്. അതിൽ ടെസ്റ്റ് ഡ്രൈവ് അവൈലബിൾ ആകുമ്പോൾ നമ്മൾ വന്ന് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഇതിൽ നമുക്കൊന്ന് അകത്ത് കയറി വെക്കാം. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. കിട്ടില്ല ഇൻറ്റീരിയേഴ്സാണ്. ഡുവൽ ടോൺ ആണ്, ബ്ലാക്കും ബേജും ആയിട്ട് വരുന്നത്. നമുക്ക് സീറ്റ് വരുമ്പോൾ വെൻറ്റിലേറ്റഡ് സീറ്റ്സാണ് വിത്ത് നമുക്ക് മെമ്മറി ഫങ്ഷൻസ് ഉണ്ട്. ഇലക്ട്രോണിക് സീറ്റ്സാണ് ഫ്രണ്ടും ബാക്കും. പിന്നെ ഡോർ പോക്കറ്റ് ഉണ്ടോ. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു ഫ്ലോട്ടിംഗ് ടൈപ്പ് ആംസാണ്. ഇതൊരു ഫ്ലോട്ടിംഗ് ടൈപ്പാണ്. ഇതാ നമുക്ക് ഇപ്പുറത്തും ഗ്യാപ്പുണ്ട്, ഇപ്പുറത്തും ഗ്യാപ്പുണ്ട്. സോ ബട്ടൺസ് എല്ലാം ടാക്ടൈൽ ബട്ടൺസാണ്. നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ് ഉണ്ട്. നമുക്കൊന്ന് അകത്ത് കയറിയിരുന്ന് നോക്കാം. യെസ്, അകത്ത് കയറിയിരിക്കുമ്പോൾ ഇതാണ് ആ ഒരു വ്യൂ ഗൈസ്. ഇവിടെ കണ്ടോ വലിയൊരു പാനോറമിക് ഡിസ്പ്ലേ ഉണ്ട്, 3 ലെവൽ ഡിസ്പ്ലേ. സോ നമുക്ക് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് കേൾക്കുമ്പോൾ ഡിസ്പ്ലേ ഇതാ ഓൺ ആവുന്നുണ്ട്. യെസ്, സൗണ്ട് നമുക്ക് സൗണ്ട് കുറയ്ക്കണം. AC ഓഫ് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് ആ ഒരു പാനോറമിക് ഡിസ്പ്ലേ. 3 ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ്. ഒട്ടും തന്നെ ലാഗും ഇല്ല. എന്താ, ലാഗില്ലാത്ത നല്ലൊരു ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ഉണ്ട്. സോ കിട്ടിലൊരു ഡിസ്പ്ലേ ഒക്കെ വരുന്നത്. ഇവിടെ ഒരു ആംബിയൻറ്റ് ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. സോ ഇതാണ് ഫുൾ ഓപ്ഷൻ വരുന്നത്, ഓട്ടോമാറ്റിക്. ഇതാണ് അതിൻ്റെ ഗിയർ നോബ് വരുന്നത്, നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്രൈവ്. ഇലക്ട്രോണിക് ആണിത്. സോ ഇത് AC വെൻസിൻ്റെതാണ്. ഫുൾ ടച്ചാണ് വരുന്നത്. 360 ക്യാമും അങ്ങനെയുള്ള എല്ലാ സംഭവം ഉണ്ട്. 360 ക്യാമ ഓൺ ആക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ക്യാമാണെന്ന് പറയും. പിന്നെ നമുക്കിതാ ഇതിൽ വലിയൊരു സൺറൂഫ് വരുന്നുണ്ട് ഗൈസ്. ഇതാ കണ്ടോ, വലിയൊരു പാനോറമിക് സൺറൂഫാണ് വരുന്നത്. ഇവിടത്തേക്ക് ഫിറ്റ് ആൻഡ് ഫിനിഷും ക്വാളിറ്റി എല്ലാം നല്ല രീതിയിൽ ടാറ്റ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ സഫാരി യൂസ് ചെയ്തപ്പോൾ ഉള്ള ക്വാളിറ്റിയേക്കാളും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ വയർലെസ് ചാർജിങ് ഉണ്ട്. ഇത് അഡ്ജസ്റ്റബിൾ ആണ്, ആംബ്രസ്റ്റ്. വെൻറ്റിലേറ്റഡ് സീറ്റ് ഇതാ നമുക്കിവിടെ പോരാഞ്ഞിട്ട് നമുക്ക് അണ്ടർ തൈ സപ്പോർട്ട് എക്സ്റ്റെൻഡറും കൂടെ ഉണ്ട്. സോ ഇതും കൊള്ളാം, നല്ലൊരു സംഭവമാണ്. സീറ്റ് അത്യാവശ്യം നല്ല കുഷ്യനിങ് ഉണ്ട്. സ്റ്റിയറിങ് കൊള്ളാം, നല്ല കിട്ടില്ല സ്റ്റിയറിങ് വിത്ത് ബട്ടൺസ്. ടാറ്റ ലോഗോ വരുന്നത് ഇലുമിനേറ്റഡ് ടൈപ്പാണ്. ഇപ്പോഴത്തെ എല്ലാ ടാറ്റയിലും കണ്ടുവരുന്ന ഒരു മോഡലാണ്. സോ ഇതാണ് ഗൈസ് നമ്മുടെ അക്കംപ്ലിഷ്ഡ് പ്ലസ്, അതായത് ഫുൾ ഓപ്ഷൻ വണ്ടിയുടെ ഇൻറ്റീരിയർ. ഇവിടേക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ആംബിയൻറ്റ് ലൈറ്റിംഗ് വരുന്നുണ്ട് മോണിറ്ററിൻ്റെ താഴെ. അപ്പം ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. പിന്നെ മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടത്, ടാറ്റയുടെ ടിപ്പിക്കൽ കീ മാറിയിട്ടുണ്ട്. ഇതാണ് പുതിയ മോഡൽ ടാറ്റ കാർസിന് വരുന്ന കീ. അത്യാവശ്യം നല്ല ലുക്കുണ്ട്. പെബിൾ ടൈപ്പ് കീ ആണ്. സോ കൊള്ളാം. ഇതൊരു ഫ്ലോട്ടിംഗ് ടൈപ്പാണ് ഈ ഒരു സെൻട്രൽ കൺസോൾ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു ഗിയർ ലിവറൊക്കെ വരുന്നത്
അപ്പോൾ നമുക്കിനി ബാക്ക് സൈഡിലൊന്ന് കയറി നോക്കാം. സ്പീക്കേഴ്സ് വരുന്നത് JBLൻ്റെ സ്പീക്കേഴ്സാണ്. പിന്നെ അതാ ഇവിടെ ഒരു അംബ്രല്ല വയ്ക്കാനുള്ള ഏരിയ ഉണ്ട്. നമുക്ക് ബാക്ക് സൈഡിലൊന്നിരുന്ന് നോക്കാം. ബാക്ക് സൈഡ് വണ്ടി അത്യാവശ്യം ഹൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഒരുപാട് ഹൈറ്റ് ഇല്ല. നമ്മുടെ സഫാരി ഒന്നും പോലെ അത്ര ഹൈറ്റ് തോന്നിക്കുന്നില്ല. ബട്ട് ഭയങ്കര സ്പേഷ്യസ് ആണ് വണ്ടി. അത്യാവശ്യം നല്ല സ്പേഷ്യസ് വണ്ടി. ലെഗ് റൂമൊക്കെ ഉണ്ടോ? ഞാനിരിക്കുന്ന നോർമൽ സീറ്റിനേക്കാളും ബാക്ക് ഇട്ടിരിക്കും. എന്നിട്ട് പോലും എനിക്ക് ഇത്രയും ലെഗ് റൂമുണ്ട്. സീറ്റെല്ലാം നല്ല കുഷനിങ് ഉണ്ട്. അണ്ടർ തൈ സപ്പോർട്ട് നല്ലതുപോലെ ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞു ലൈറ്റ്. കൊള്ളാം, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെ ഒരു ആം റെസ്റ്റ് ഉണ്ട് വിത്ത് കപ്പ് ഹോൾഡേഴ്സ്. പിന്നെ AC വെൻസ് ഫ്രണ്ടിൽ, ബാക്കിലത് ഇവിടെയാണ് വരുന്നത്. 65 വാട്ട്സ് ചാർജറുണ്ട്, ഫാസ്റ്റ് ചാർജിങ്. പിന്നെ ഒരു നോർമൽ ടൈപ്പ് C ഉണ്ട്. സോ ഇതാണ് നമ്മൾ സെക്കൻഡ് റോയിൽ നിന്ന് നമ്മൾ കാണുന്ന ആ ഒരു വ്യൂ. പിന്നെ നമ്മൾ റിയർ ഡോറിൽ നോക്കുമ്പോൾ ഇവിടെ ട്വീറ്റേഴ്സ് വരുന്നുണ്ട്. അവർ നല്ല രീതിയിൽ അത് ഡോറിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ സൺ ബ്ലൈൻഡ്സ് ഇൻബിൽറ്റ് വരുന്നുണ്ട്. ഉണ്ടോ? അതൊക്കെ വളരെ നമ്മുടെ നാട്ടിലധികം യൂസ് ഉള്ളൊരു സംഭവമാണ്. പിന്നെ ഇതിൻ്റെ ബൂട്ട് എങ്ങനെയാണ് ഓപ്പൺ ചെയ്ത് നോക്കുക. ഇതൊരു ഇലക്ട്രോണിക് ബൂട്ടുണ്ട്. സോ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്ത് കൊടുക്കുക. വണ്ടിൻ്റെ ബൂട്ട് ഇതാ ഓപ്പൺ ആവും. യെസ്, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബൂട്ടാണ്. ഇവിടെ ഒരു JBLൻ്റെ സബ് വൂഫറുണ്ട്. പിന്നെ ഇവിടെ മറ്റൊരു കാര്യമുണ്ട്, ലൈറ്റ് ഉണ്ട് ഈ രണ്ട് സൈഡിലും. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ നൈറ്റ് എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് ഈ ബൂട്ട് തുറക്കുമ്പോൾ വേറെ ലൈറ്റ്സ് ഒന്നും ഇല്ലല്ലോ. സോ അത് ഓണായി കിടക്കും. വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ ഒരു 12 വോൾട്ടിൻ്റെ സോക്കറ്റ് ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു 3 kg വരെ തൂക്കാൻ പറ്റുന്ന ഒരു ഹുക്കുണ്ട്. ടൂൾ ബോക്സിൻ്റെ അകത്താണ് വരുന്നത്. കൊള്ളാം, നല്ലൊരു ബൂട്ടാണ്. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാൻ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഇതൊക്കെ ഇത് തന്നെ ക്ലോസ് ആയിക്കോളും. വാ, സിമ്പിൾ. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിൻ്റെ ഈ ഒരു ഷോൾഡർ പ്രൊഫൈലാണ്. ഇത് കിട്ടില്ല ലുക്കുള്ളൊരു പ്രൊഫൈലാണ്. ഇവിടെയാണ് ഫ്യൂവൽ ലിഡ് വരുന്നത്. പിന്നെ ഇതിലും ഒരു ഈസ്റ്റർ എഗ് ഉണ്ട്. ഇതാ ഒരു ഹോൾസ് കാണാം. സോ ഓവറോൾ കിട്ടില്ല ലുക്ക്. നമ്മുടെ പഴയ സിറയുടെ ആ ഒരു സില്ലൗട്ട് അവരിവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അലോയ് വീൽസ് നല്ല കിട്ടിലാക്കിയിട്ടുള്ള ഒരു അലോയ് വീൽസാണ്. ബാക്കും ഡിസ്ക്കാണ് വരുന്നത്. പിന്നെ 19 ഇഞ്ച് വീൽസാണ് വരുന്നത് ഈ ഒരു ഫുൾ ഓപ്ഷൻ വണ്ടിക്ക്. പിന്നെ 360 ക്യാമറ അങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്നുണ്ട്. സൈഡ് ക്ലാഡിങ് ഫുൾ ഗ്ലോസിയാണ് ഗൈസ്. ഈ ഒരു സൈഡ് ക്ലാഡിങ് വണ്ടി മൊത്തത്തിൽ പെയിൻറ്റഡ് ആണ്. നമുക്ക് മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഒരു പാർട്സും പുറത്തധികം അങ്ങനെ കാണാൻ പറ്റില്ല. ഫുൾ ഗ്ലോസി ഫിനിഷാണ്. പിന്നെ ADASൻ്റെ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. സോ ഗൈസ്, ഇതാണ് നമ്മൾ ടാറ്റ സിയറ വന്ന് നോക്കിയത്. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. വണ്ടി എന്തായാലും കൊള്ളാം, നല്ല കിട്ടിലും ഫീച്ചേഴ്സ് ഉള്ളൊരു വണ്ടിയാണ്. സോ നമുക്ക് ഏത് വണ്ടി എടുക്കണമെന്നുള്ള ഡിസിഷനിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമ്മളെ വണ്ടി കണ്ടിട്ടുണ്ട്. വണ്ടി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ് ഉണ്ട്. നമ്മൾ പഴയ ടാറ്റേനെ പുച്ഛിക്കുന്നവർ ഈ വണ്ടി എന്തായാലും വന്ന് നോക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉള്ളൊരു വണ്ടിയാണ്. സർവീസ് പിന്നെ പലരും മോശമാണെന്ന് പറയുന്നുണ്ട് പല സ്ഥലത്തും. അത് ഇറ്റ് ഡിപ്പെൻഡ്സ്, സർവീസ് സെൻറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് എല്ലാ സർവീസ് സെൻറ്ററും മോശമൊന്നുമല്ല, കാരണം ഞാൻ ടാറ്റ യൂസ് ചെയ്തിട്ടുള്ളതാണ്. സോ എൻ്റെ ചോയ്സ് എപ്പോഴും ടാറ്റയാണ്. മേ ബി സഫാരി ആവാം, ഇല്ലെങ്കിൽ ഈ ഒരു സിയറ ആവാം. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കൂടാതെ നമ്മുടെ ചാനലിൽ ഗിവ് അവേ നടക്കുകയാണ്. ഒരു ബ്രാൻഡ് ന്യൂ വിവോ X300 Pro ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ഫെബ്രുവരി മന്ത് ഗിവ് അവേ വീഡിയോ പോയി കമൻറ്റ് ചെയ്യുക. ബാക്കി ഇൻസ്ട്രക്ഷൻസ് അതിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ഫുള്ളായിട്ട് കാണുക, എന്നിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നോക്കാം നിങ്ങൾക്ക് കിട്ടുമെന്ന് വിവോ X300 Pro. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും സീ യു, ബൈ.